ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡ്. ഇത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടത് പാലാണ്, പിന്നീട് വേണ്ടതാണ് പഞ്ചസാര. ഇത് രണ്ടും മാത്രം മതി കേട്ടോ. അപ്പോൾ പാൽ നമ്മൾ വാങ്ങിക്കുന്നത് അല്ലാതെ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ അതാണെങ്കിലും മതി. ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമ്മളൊരു പാനിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യമേ നമ്മൾ പഞ്ചസാര ഇടരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് അടി പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ചെറിയ തവിയാണ് കേട്ടോ. നമ്മൾ തടിയുടെ ഉണ്ടല്ലോ, അങ്ങനത്തെ തവിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ചുമ്മാ സ്പൂൺ ഇട്ട് ഇളക്കാൻ നിൽക്കരുത്. കാരണം എല്ലാ ഭാഗത്തോട്ടും ഇളക്ക് കിട്ടില്ല, അടി പിടിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനം സെറ്റാക്കിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, തീ കൂട്ടി വെക്കാൻ പാടില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിം ആ രീതിയിൽ തന്നെ ലാസ്റ്റ് വരെ പോകണം. കുറച്ച് നേരത്തെ പരിപാടിയാണ്, എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സാധനം കിട്ടും കേട്ടോ. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തിള വന്നതിന് ശേഷം, തിളച്ച് പൊങ്ങാൻ പാടില്ല. തിള വന്നതിന് ശേഷം നമ്മൾ പഞ്ചസാര ആവശ്യമുള്ളത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മധുരം നോക്കുക. നമുക്കറിയാലോ, മിൽക്ക് മെയ്ഡിന് അത്യാവശ്യം നല്ല മധുരത്തിലല്ലേ ഇരിക്കുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ പാൽ എന്തോരമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏറെക്കുറെ അറിയാമല്ലോ. അപ്പം അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇളക്കി അത്യാവശ്യം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, കുറച്ചുകൂടി നന്നായിട്ട് പറ്റി ആ ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ. നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ടില്ല, പാല് അത്രയും നിറച്ചുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അത്രയും പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി പറ്റിയതിന് ശേഷം നമ്മുടെ സംഭവം റെഡിയാകും കേട്ടോ. ഒരുപാട് കട്ടയ്ക്ക് കുറുക്ക് രീതിക്കാവരുത്. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെച്ച് കഴിയുമ്പോൾ ഇത് ഇരുന്നതിന് ശേഷം ഭയങ്കര കട്ടയായി പോകും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഒരു രീതി കിട്ടണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം കറക്റ്റ് ഒരു പാകത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ഒരുപാട് കുറുകി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടയായി പോകും. നമ്മളിപ്പോൾ വെറുതെ പറയില്ല, വെറും 2 പാലും പഞ്ചസാരയും മാത്രം മതി. 2 ഇൻഗ്രീഡിയൻസും കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന്, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ലൈക്കും നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഒരു വ്യത്യാസമില്ല. ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.